ചേച്ചി, മോഹൻലാൽ മലയാള പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ അതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോഴാണ് ബറോസ് ഇറങ്ങിയത്. ബറോസിന് എല്ലാവരും കാണികളെല്ലാം ഒരു പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സിനിമയാണ്. പക്ഷേ ബറോസ് ഇപ്പോൾ ഒരു വമ്പൻ പരാജയം അല്ലെങ്കിലും ഒരു പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന സിനിമയെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മോഹൻലാൽ ഇതിനെ വളരെ ഒരു സ്പിരിറ്റിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ ഒരു രീതിക്കാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ എന്തായാലും 150 കോടി അല്ലെങ്കിൽ 100 കോടി ക്ലബിലൊന്നും കയറത്തില്ല. അതിന് കയറാൻ സാധിക്കത്തുമില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ചേച്ചി എങ്ങനെയാണിത് നോക്കിക്കാണുന്നത്? അത് നമ്മൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ വിലയിരുത്താൻ ഞാൻ ചിത്രത്തിൽ ആളല്ല, വേറെ ഒന്നും കൊണ്ടല്ല. അദ്ദേഹം ഒരു വർഷത്തിൽ 36 സിനിമ വരെ എടുത്തിട്ടുള്ളൊരു നടനാണ്. അഭിനേതാവെന്ന നിലയിൽ ഇന്ത്യയിൽ തന്നെ മികച്ച ഒരു നടനായിട്ടുള്ള മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമയാണ് ബറോസ്. ആൾക്കാർ ഒരുപാട് പേര് ജനപ്രിയനായതുകൊണ്ട്, ജനപ്രിയനല്ല എന്നാലും ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വികാരം തന്നെ മലയാളികൾക്കിടയിലുണ്ട് അല്ലെ. ലാലേട്ടനെ കുറിച്ചൊരു പാട്ട് വരെ. അതെ അതെ, അങ്ങനെയുണ്ട്. 47 വർഷമായി ആ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിത്വം മലയാള സിനിമയിൽ സജീവമായി തുടങ്ങിയിട്ട് 47 വർഷമായി. ഈ 47 വർഷത്തിലും മോഹൻലാൽ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ സംവിധാനത്തിൽ ഈ 2025 24-25 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തില് ഒരു സിനിമ ഇറങ്ങുന്നത്. അതിനു മുമ്പ് മോഹൻലാൽ തിരക്കഥ എഴുതിയിട്ടുണ്ട്. തിരക്കഥ എഴുതിയത് സിനിമയുടെ പാതി വഴിക്ക് വെച്ച് നിന്നുപോയ തിരക്കഥയൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നാള് ആൾക്കാർ പ്രതീക്ഷിച്ചതായിരുന്നു. മോഹൻലാൽ നന്നായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു കാലത്ത് വളരെയേറെ സജീവമായിട്ടുള്ളൊരു നടനായിരുന്നു മോഹൻലാൽ. കാരണം അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ ഒരുപാട് പേര് വായിക്കുക, ബ്ലോഗ് എഴുതുന്നതൊക്കെ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ബ്ലോഗിനെ കുറിച്ച് ഭയങ്കര ചർച്ചാ വിഷയം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 47 വർഷത്തിനിടയിൽ മോഹൻലാൽ ആകെ സമ്പാദിച്ചതെന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ കുറെ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിലിരിക്കുന്ന മലയാളത്തിന്റെ മനസ്സാണ്. സിനിമാ പ്രേമികളുടെ മനസ്സ് മൊത്തം കൈയടക്കിയിട്ടുള്ളൊരു നടൻ തന്നെയാണ് മോഹൻലാൽ. നിസ്സംശയം പറയും, ഞാനൊരു മോഹൻലാൽ ഫാൻ ആണ്. പണ്ടൊക്കെ എനിക്ക് വലിയൊരു കൗതുകമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അദ്ദേഹത്തിന്റെ മുഖത്തിനുണ്ടാകുന്ന ഭാവങ്ങൾ, അദ്ദേഹം ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു മോഹൻലാൽ എന്നൊരു പ്രതിഭയല്ല നമ്മൾ കാണുന്നത്, ആ ഒരു കഥാപാത്രത്തെയാണ്. അപ്പൊ അത്രത്തോളം മലയാളികളുടെ മനസ്സിലേക്ക് കഥാപാത്രവുമായി ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന മോഹൻലാലിന്റെ അഭിനയ പാഠത്തിന് ഒരുപാട് പ്രശംസ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇരുവർ എന്നൊരു സിനിമയില് മോഹൻലാൽ ഒറ്റ ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു സീനുണ്ട്. അതിനകത്ത് രണ്ടുപേരും, പ്രകാശ് രാജും അദ്ദേഹം മറ്റൊരാളും കൂടെ സീനിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. മോഹൻലാൽ ഇരുവരുടെ മുഖത്ത് നോക്കുന്നതാണ്. ആ മുഖത്ത് നോക്കുന്ന എക്സ്പ്രഷൻ പോലും ഒരു അക്ഷരം മിണ്ടാതെ ആ ഭാവം മുഴുവനും അതിനകത്ത് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ചിത്രം സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഓടിയ ഒരു പ്രിയദർശൻ സിനിമയാണ് ചിത്രം. അന്നും ഇന്നും അതിന് നല്ല റിപ്പീറ്റ് വാച്ചബിൾ മൂവിയാണ്. ആ സിനിമ എന്ന് പറയുന്നത്, ആ സിനിമയ്ക്കകത്ത് ഗാനം എന്ന് പറയുന്നത് അത് ഒറ്റ ടേക്കിൽ പോയെന്നാണ് MG ശ്രീകുമാർ വരെ പറയുന്നത്. കാരണം നമുക്ക് പോലും ആ സ്വരങ്ങൾ ചിലപ്പം ഒറ്റയടിക്ക് കേട്ടാൽ മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു ടേക്കിൽ തന്നെ ആ പാട്ടിന്റെ സ്വരങ്ങൾ മുഴുവനും പുള്ളി അതുപോലെ തന്നെ എങ്ങനെയാണ് MG ശ്രീകുമാർ പാടിയേക്കുന്നത്, ആ ഒരു സ്വരം പോലും തെറ്റാതെ ക്ലോസപ്പിൽ വെച്ചിട്ടാണ് ആ പാട്ട് എടുത്തേക്കുന്നത്. അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തെ കുറിച്ച്. അഭിനയത്തിന്റെ കാര്യത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാവാത്ത ഒരു ഘടകം തന്നെയാണ്. പക്ഷെ ഈ സംവിധാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ബറോസിന്റെ കാര്യത്തില്. പക്ഷെ അതിനു മുന്നേ ഞാൻ പറയട്ടെ, സംവിധാനത്തിന് മുന്നേ അദ്ദേഹത്തിന്റെ ഇപ്പോൾ അതായത് 2025 2024 മോഹൻലാലിൻ്റെതായിട്ടുള്ള ഒരു സിനിമകൾ ഇറങ്ങിയിട്ടില്ല, വമ്പൻ പരാജയമായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിന് മികച്ചൊരു തിരക്കഥ കിട്ടാത്തത് കൊണ്ടായിരിക്കും. അത് മികച്ച തിരക്കഥയുടെ വിഷയമല്ല അവിടെ. ബറോസ് നമ്മള് ഒരു സിനിമ, ഏത് സിനിമയാണെങ്കിലും നമ്മളത് കാണാതെ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ
ഒടിയൻ സിനിമയ്ക്ക് കൊടുത്ത ഹൈപ്പാണ് ആ സിനിമയെ നശിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒടിയൻ സിനിമയോട് വലിയ വിയോജിപ്പൊന്നുമില്ല. അത്രയും നല്ല ഗ്രാഫിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇറക്കിയ ഒരു സിനിമയാണ്. അത്യാവശ്യം നല്ല കഥയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ആ സിനിമയുടെ വളരെ മികച്ചതെന്ന് പറയാനില്ലെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണത്. അപ്പം നമുക്ക് ഒരു ബോർ അങ്ങനെ ഇരുന്ന് പറയാനില്ല. എത്രയോ മോഹൻലാലിന്റെ വളരെ മോശം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല സിനിമകളാണ്. മോഹൻലാലിന്റെ തന്നെ ഒട്ടും കാണാൻ ഒരു കാസനോവയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ഇഷ്ടവും തോന്നാത്തൊരു സിനിമയാണ് അത്. റോഷൻ ആൻഡ്രൂസിനെ പോലെ മികച്ച ഒരു സംവിധായകൻ എടുത്ത സിനിമയാണ് കാസനോവ. പക്ഷെ മോഹൻലാൽ അഭിനയിച്ചിട്ടും റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്തിട്ടും മികച്ച നല്ല നടിമാരും നടന്മാരും അഭിനയിച്ച ഒരു മുൻനിര നായകന്മാരും അഭിനയിച്ച അന്നത്തെ റോമ, പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി റായ്, അവരെ പോലെയുള്ള മികച്ച മുൻനിര താരങ്ങൾ അഭിനയിച്ച സിനിമയാണ്. പക്ഷെ അത് അന്ന് ഫ്ലോപ്പായി പോവുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറെ പേർക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടെന്നും നമുക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണ് ആ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ബറോസും ഒരു സംവിധാനം ചെയ്ത് നോക്കി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു, നമ്മൾ കാണാതെ തന്നെ വിമർശിക്കുന്നത്. അതിനെപ്പറ്റി മോഹൻലാൽ തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇന്നുകൂടി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് സിനിമ കാണാതെ വിമർശിക്കുന്നത് ശരിയല്ല, ചിലർ കാണാതെയാണ് എന്നെ വിമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഇത്രയും വർഷത്തെ ഒരു ഒരു സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. സിനിമ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും 46 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് സംവിധാനം ചെയ്യും. എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ തുരുമ്പടിച്ചു പോകും. എൻ്റെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ നോക്കി എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറൊന്നും പറയാനില്ല. കാണാതെ വിമർശിക്കരുത് എന്ന് അദ്ദേഹം രൂക്ഷമായിട്ട് തുറന്നടിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹം ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ സിനിമയ്ക്ക് മുന്നേ തന്നെ അദ്ദേഹം പല ഇന്റർവ്യൂകളും പറഞ്ഞാൽ തന്റെ ആദ്യത്തെ സംവിധാന പരീക്ഷണമാണ് ഇത്. ഒരു 100 കോടി ക്ലബിലോ അല്ലെങ്കിൽ കയറാൻ വേണ്ടിയിട്ടൊന്നുമല്ല, തന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് തനിക്ക് സംവിധാനം ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരു നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ആ ഒരു സംവിധാനം എന്ന കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇറക്കിയത്, അല്ലാതെ മറ്റ് സിനിമകളെ പോലെ 100 കോടി ക്ലബിൽ കയറാനുള്ളതല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സിനിമയാണെന്ന് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പക്ഷെ എത്ര മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് അദ്ദേഹം സിനിമ ചെയ്തത്. ഞാൻ ഇത്ര വലിയ സംഭവമൊന്നും അല്ല, ഞാൻ എൻ്റെ പരീക്ഷണം എന്നുള്ള നിലയിലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സംവിധായകനാകുക എന്ന് പ്രതീക്ഷിച്ച കാര്യമൊന്നുമല്ല. പക്ഷെ അതങ്ങനെ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയൊക്കെ ജാമ്യം എടുത്താലും ശരി, ഒരു ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ പോയി കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരാൾക്ക് ആരോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, അയാൾക്ക് വിമർശിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം വേറൊന്നും കൊണ്ടല്ല, രൂക്ഷമായ ഭാഷയിൽ തളർത്തിക്കളയുന്ന രീതിയിലല്ല. ലാലേട്ട അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനത് പ്രകോപിതനാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇനി ഒരു പ്രാവശ്യം കൂടി ചാൻസ് നോക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൊള്ളത്തില്ലെന്നുള്ള മോശമായിട്ടൊരു സംഭവത്തെ മോശമായെന്ന് തന്നെ പറയണം. അതാണ് അതിന്റെ ശരി അല്ലെ. എന്തൊരു കാര്യത്തിനെയും മുഖത്ത് നോക്കി മോശമായിട്ട് പറയുക എന്നുള്ളത്, മോശമായതിനെ മോശമായിട്ട് പറയുക, അല്ലാതെ ഒരാളെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അദ്ദേഹത്തിന് പലപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ ഇടയ്ക്ക് വേറെ ഒടിയൻ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ എഡിറ്റിംഗ് മോശമാണെന്ന് ആരോ പറഞ്ഞതിന് അദ്ദേഹം പറയുന്നുണ്ട്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എഡിറ്റിംഗ് പഠിച്ചവരൊന്നുമല്ല, വെറുതെ എന്തൊക്കെയോ കൊണ്ട് എഡിറ്റിംഗ് മോശമാണെന്ന് അങ്ങനെയൊക്കെ. മോഹൻലാൽ ഇത്രയും ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്തിച്ചിട്ട് വേണം പറയാൻ. ഇല്ലെങ്കിൽ അതൊരു ആവശ്യമില്ലാത്ത വിമർശനങ്ങളും വിവാദങ്ങൾക്കും വഴിവെക്കാനായിട്ട് ചില ആൾക്കാരുടെ നാക്കുന്നത് വേണമെന്ന് നമുക്ക്. അതെ, പല സിനിമകളെയും ഇതുപോലെ തിയേറ്റർ കാണാതെ, അതായത് തിയേറ്ററിൽ തന്നെ എല്ലാ സിനിമകളെയും വെറുപ്പിക്കുന്നതും പല സിനിമകൾക്കും ഒരു ഭാവി ഉണ്ടാക്കാത്തത് ഈ നെഗറ്റീവ് റിവ്യൂകൾ കൊണ്ട് തന്നെയാണ്. അതിപ്പോ മോഹൻലാൽ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ കാര്യത്തിൽ, ബറോസ് മാത്രമല്ല പല സിനിമകളിലും കാണാത്തവർ വരെയാണ് നെഗറ്റീവ് റിവ്യൂകൾ കാണുന്നത്, നെഗറ്റീവ് റിവ്യൂ പറയുന്നത്. അത് കറക്റ്റാണ്. സിനിമ കണ്ടിട്ട് അതിനെ ശരിയായ രീതിയിൽ വിമർശിക്കുന്നത് ആരോഗ്യപരമായ വിമർശനമാണ്. അതെല്ലാ കാര്യത്തിലും, സിനിമയുടെ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റും മുഴുവൻ നോക്കി കണ്ടിട്ട് വിമർശിക്കുന്നതിൽ യാതൊരു ശരികേടുമില്ല.
അത് അതേ സമയത്ത് എല്ലാം പിന്നെ കണ്ണും പൂട്ടി അങ്ങ് മോഹൻലാലിന്റെ ഇതിന് വന്നതല്ലേ, അതുകൊണ്ട് അത് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സംസാരങ്ങൾ എല്ലാവരും ഒഴിവാക്കുന്നതല്ല. അതുപോലെ മോഹൻലാൽ ഈ പറയുന്ന കണക്ക് പിന്നെ കഴിഞ്ഞ ഞാൻ നേരത്തെ ഒരു പരാമർശിച്ചൊരു സംഭവം, എഡിറ്റിംഗ് പഠിക്കണമെന്നില്ല. ഒരു പ്രേക്ഷകന് കൊള്ളത്തില്ല എന്ന് തോന്നിയാൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയാനുള്ള അവകാശമുണ്ട്. അത് സംവിധാനം ചെയ്യുമ്പോഴും അദ്ദേഹം ഓർത്തിരിക്കേണ്ട ഇനിയാണെങ്കിലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വയം മാറ്റത്തിന് വിധേയരാകുന്നത്. അല്ലാതെ നമ്മൾ ശരിയാണെന്ന് 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രീതി തന്നെ പോകും. ഇത് ഒന്ന് പുനർചിന്തനം ചെയ്യുന്നതിന് നമ്മൾ മറ്റുള്ളവർ വിമർശിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് ആ രീതി തന്നെ മോഹൻലാൽ എടുക്കണം എന്നാണ് ഒരു പ്രേക്ഷക എന്നതിൽ എൻ്റെ അഭ്യർത്ഥന.